പിന്നെ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞാൻ അവിടെ നേരിട്ട് പോയിട്ട് അനുഭവിച്ച ഒരാളാണ് അതിൻ്റെ സ്മെല്ല്. ഞാൻ അവിടെ സമരപന്തലിൽ പങ്കെടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കതിൻ്റെ ദുർഗന്ധം ഏറ്റവും അധികം അനുഭവിച്ചൊരു വ്യക്തിയാണ് ആ സമയത്ത്. അപ്പോൾ എത്രത്തോളം അവിടെയുള്ള ജനങ്ങൾ ഓരോ ദിവസവും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ജനങ്ങൾ ഇത്രയധികം, കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജനിച്ച മണ്ണിൽ ജീവിക്കുക എന്നുള്ളത് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പോലും, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും വിദേശത്തു നിന്ന് ഒരാൾ മരിച്ചാൽ നാട്ടിലെത്തിക്കാൻ ഒരാൾ പാസഞ്ചർ വരുന്നതിനേക്കാളും വലിയ ചിലവാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഒരാളുടെ ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരാൻ. എന്നിട്ടും എന്തിനാണ് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് നാട്ടിലേക്ക് ഡെഡ് ബോഡി കൊണ്ടുവരുന്നത്? അവിടെ തന്നെ അടക്കിയാൽ പോരെ. അവനവൻ്റെ നാട്ടിൽ അവൻ അന്തി ഉറങ്ങുകയാണെങ്കിൽ പോലും അവനവൻ്റെ നാട്ടിൽ അന്തി ഉറങ്ങണമെന്നാണ് നമ്മളെ പ്രത്യേകിച്ച് മലയാളിയുടെ ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെയുള്ളൊരു നാട്ടിലാണ് അയാൾക്ക് ജീവിക്കാൻ പോലും കഴിയാത്തൊരു സ്ഥിതി ഒരു ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഒരു ഫാക്ടറി ഉണ്ടാക്കുന്നത്. ഞാനതിൻ്റെ നിരന്തരമായ സമരത്തിൽ പങ്കെടുത്ത ഒരാളാണ്. ആ സമരക്കാരോടൊപ്പം എപ്പോഴും അവരെ ഒരു സമരം നടത്തി എന്നതിൻ്റെ പേരിൽ അവരെ ക്രൂരമായി തല്ലിച്ചതച്ച സമയത്ത് ഞാൻ അവരുടെ വീടുകളിലൊക്കെ ചെന്ന് അവർ ഒളിവിൽ താമസിക്കുന്ന വീടുകളിലൊക്കെ പോയി അവർക്ക് ആശ്വാസം കൊടുത്ത ആളാണ്. ഏറ്റവും ഒടുവിൽ അവരെ ഇപ്പോൾ 13 പേര് ജയിലിൽ കിടക്കുന്ന സമയത്ത് ജയിലിൽ പോയി അവരെ കണ്ട ആളാണ്. എല്ലാ നിലക്കും അവരെ കൂടെ നിന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയട്ടെ, ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ, നമ്മൾ പറയാതിരിക്കാൻ അക്കാര്യം നമ്മൾ ശക്തമായി പറയേണ്ടതുണ്ട്. കേരളം ഭരിക്കുന്ന സർക്കാർ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടവരാണ് സർക്കാർ. അത് LDF ആവട്ടെ UDF ആവട്ടെ. പക്ഷേ ഇന്ന് കേരളം ഭരിക്കുന്ന LDF സർക്കാർ നിൽക്കുന്നത് ഫ്രഷ് കട്ട് മുതലാളിമാരുടെ കൂടെയാണ്. അതിൽ പീഡനം അനുഭവിക്കുന്ന ജനങ്ങളുടെ കൂടെയല്ല. ഞാൻ ഏറ്റവും ഒടുവിലത്തെ സംഭവം പറയാം. ഇന്ന് 8 പേർക്ക് ജാമ്യം കിട്ടി. 8 പേർക്ക് ജാമ്യം കിട്ടിയിട്ട് ആ ജാമ്യത്തിൻ്റെ ഡോക്യുമെന്റ്സുമായിട്ട് അവർ ജയിലിൽ ചെന്നപ്പോൾ 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കാത്ത ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം. ഇത്രയും ദിവസം അവർ ജയിലിൽ കിടന്നിട്ട്, നോമ്പ് കാലത്ത് പോലും അവർ ജയിലിലാണ്, പെരുന്നാൾ അവർക്ക് ജയിലിലാണ്. എന്നിട്ട് ഇന്ന് ജാമ്യം കോടതി കൊടുത്തു. ജാമ്യം കോടതി കൊടുത്താൽ പിന്നെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തിറക്കുക എന്നുള്ളതാണ് ജയിൽ അധികാരികൾ ചെയ്യേണ്ടത്. ജാമ്യം കൊടുത്തിട്ട് പോലും ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ സമ്മതിക്കാത്ത ഒരു സർക്കാരാണ്, ഒരു ബ്യൂറോക്രസിയാണ്, ഒരു സംവിധാനമാണ് ഈ നാട് ഭരിക്കുന്നത്. ഞാൻ 2 കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഈ പോലീസിൽ ഇന്ന് കേരളം ഭരിക്കുന്ന ഈ പോലീസ് അവർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വേട്ടയാടൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അവസാനിപ്പിക്കും. ഞങ്ങളുടെ നിലപാട് ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതായിരിക്കും. അത് ശക്തമായി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കും. രണ്ടാമത്തെ കാര്യം, ആ ഫ്രഷ് കട്ട് അടച്ചുപൂട്ടാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ ആ പ്രവർത്തനങ്ങളിലായിരിക്കും UDF ഉണ്ടാവുക. കൊടുവള്ളിയിൽ നിന്നും ജയിച്ചാൽ ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് ഞാനുണ്ടാവുക.